നമസ്കാരം, ഞാൻ ജിഷ്ണു വാസുദേവൻ നമ്പൂതിരി. ഇന്നത്തെ വീഡിയോയ്ക്ക് വളരെയധികം ഒരു പ്രാധാന്യമുണ്ട്. എനിക്ക് അത്രയ്ക്ക് മനസ്സിന് സന്തോഷം തോന്നിയിട്ടിടുന്നൊരു വീഡിയോയാണ്. എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായിരുന്നു. അന്നത്തെ ആ ഒരു ദിവസം ഞാൻ വളരെ ചുരുക്കി പറയാം. ഞാനൊരു പോസ്റ്റ് ഫേസ്ബുക്കിലും എൻ്റെ വാട്സപ്പിലും ഞാൻ ഇടുകയുണ്ടായി. അതായത് മദ്യപാനത്തിനെക്കുറിച്ചും ആ ഒരു നോൺ ആൽക്കഹോളിക് ഡേ അല്ലെങ്കിൽ മറ്റ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് വളരെ മോശമാണ് എന്നുള്ള രീതിയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ ആ പോസ്റ്റ് പലരും കണ്ടു, നല്ല രീതിയിൽ മോശമായിട്ടും അതിനോട് പ്രതികരിക്കുകയും ചെയ്തു. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച എന്നെ എവിടെ നിന്നാണെന്ന് പറയുന്നില്ല, അത് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. എന്നെ ഒരു അമ്മ വിളിച്ച് പറഞ്ഞു, അമ്മയും മരുമോളും കൂടെയാണ് വിളിച്ചത് കേട്ടോ. അവരുടെ മകൻ വളരെയധികമായിട്ട് മദ്യത്തിലൂടെയും മറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ ഒരു വിഷമാവസ്ഥയിലേക്ക് പോകുന്നൊരവസ്ഥയായിരുന്നു. പക്ഷേ ഈ പോസ്റ്റ് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ 2 മാസമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നില്ല. കുറച്ച് പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് യാത്രയും കൂടുതലാണ്, മറ്റ് സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ചില ആൾക്കാർക്ക് പെട്ടെന്നൊരു ഉൾവിളി പോലെയുള്ള സംഭവങ്ങൾ വരും. അപ്പോൾ അതുപോലെ ആ ഒരു പോസ്റ്റ് കണ്ടിട്ട് എന്തോ എനിക്കറിയില്ല, അതെങ്ങനെയാണ് സംഭവിച്ചതെന്നത് എനിക്കറിയില്ല. പക്ഷേ ആ വ്യക്തിക്ക് അങ്ങനെ തോന്നുകയും അത് ഭാര്യയോടും എത്രയോ വിഷമിച്ചിരിക്കുന്നൊരു കുടുംബമാണ്. മദ്യപാനം കൊണ്ട് എത്രയോ കുടുംബത്തിലുള്ള സ്ത്രീകൾ, അമ്മമാരൊക്കെ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ സ്ത്രീകളും വരെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ ദിവസവും എത്രയോ ആൾക്കാർ എന്നെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, ഇതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്നെ വിളിക്കുമ്പോൾ തിരുമേനിയുടെ ഒരു പോസ്റ്റ് കണ്ടു, എൻ്റെ മകൻ ഇങ്ങനെ വ്യത്യാസം വന്നല്ല, എൻ്റെ ഭർത്താവിന് ഇങ്ങനെ വ്യത്യാസം വന്നു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ തൊഴുക. എനിക്കൊരു സംസാരിക്കാൻ പറ്റില്ല, എൻ്റെ കണ്ണ് നിറഞ്ഞ് കരച്ചിൽ വരുവാണ് ചെയ്തത്. അത്രയ്ക്ക് സന്തോഷത്തോടു കൂടിയാണ് ആ അമ്മേനെ വിളിച്ച് പറഞ്ഞത്. അപ്പം അതെല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത്. എല്ലാവരും ഒന്ന് നോക്കണം, നമ്മളിപ്പോൾ ഒരു പുതിയൊരു കാറ് മേടിച്ചു അല്ലെങ്കിൽ ഒരു മൊബൈൽ മേടിച്ചാൽ പോലും ആ മൊബൈലിന് കവർ ഇടും അല്ലേ, അതുപോലെ നമ്മുടെ അതിന് സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കും. പക്ഷേ അത്രയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരം എന്തുകൊണ്ട് നമ്മൾ അത് ഭംഗിയായിട്ട് നോക്കുന്നില്ല അല്ലേ? ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശരീരത്തിന് വളരെ ദൂഷ്യം ചെയ്യുന്നതാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും എത്രയോ ലക്ഷങ്ങളും കോടികളും വേണം നമ്മുടെ ശരീരം വീണ്ടും ഒന്ന് പഴയ അവസ്ഥയിലേക്ക് ഒരിക്കലും വരില്ല. എന്നാലും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ അത് നമ്മുടെ അടുത്ത തലമുറയ്ക്കായിരിക്കും ആ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മളെ കൊണ്ട് വരിക. അപ്പം അതുകൊണ്ട് കഴിവതും ഇതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഒക്കെ ഉപയോഗിക്കുന്നത് കുറച്ച് നിർത്തുന്ന രീതിയിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അമ്മമാർക്കും നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ വന്ന ഭാര്യയ്ക്കും അതൊക്കെ വളരെ നല്ലതായിരിക്കും, അടുത്ത തലമുറയ്ക്കും വരെ വളരെ നല്ലതായിരിക്കുമെന്ന് എല്ലാവരും ഒന്ന് ഓർക്കുന്നത്, വല്ലപ്പോഴും ഒന്ന് ഓർക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ ഒരു കാര്യം എനിക്ക് ഓപ്പണായിട്ട് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇതിനെ പലരും പല രീതിയിൽ എടുക്കുമായിരിക്കും. എങ്ങനെ എടുത്താലും അത് എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഇത് കണ്ട് ഒരാളെങ്കിലും വീണ്ടും മാറിയാൽ എനിക്കത് മതി, എൻ്റെ ജീവിതത്തിലേക്ക് എനിക്കത് മതി. ആ അമ്മയുടെയും ആ ഭാര്യയുടെയും ആരുടെ ആണെങ്കിലും അവരുടെ ഒരു പ്രാർത്ഥന ഉണ്ടാവും, എനിക്കത് ധാരാളം മതി. എല്ലാവർക്കും നമസ്കാരം.